റിയൽ ഭാഗം 3. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. കൊട്ടാരം പോലെയുള്ള വീട്ടിൽ വിശാലമായ സ്വിമ്മിംഗ് പൂളിനരികെ ഒരു സോഫയിൽ ചാരിയിരിക്കുകയായിരുന്നു സഫർ. അപ്പോഴാണ് ഫ്രണ്ടിൽ ബൈക്കിൽ ഒരാൾ കയ്യിലൊരു പൊതിയുമായി വന്നിറങ്ങിയത്. ആ വലിയ വീട്ടിലെ കോളിംഗ് ബെൽ ചിലച്ചു. വാലേക്കാരൻ അപ്പു ചെന്ന് വാതിൽ തുറന്നു. ഹാഷിമിൻ്റെ കയ്യിലേക്ക് നോക്കിയതും അപ്പുവിൻ്റെ മുഖം വികസിച്ചു. ഓഹോ, ഇന്നുമുണ്ടോ കയ്യിൽ? നീ അപ്പേട്ടനെ കൂടി നശിപ്പിച്ചേ അടങ്ങൂ അല്ലേ? അപ്പുവിൻ്റെ പുറകിൽ നിന്നൊരു ശബ്ദം. ഹാഷിമിൻ്റെ മുഖം മങ്ങി. ഓ, ഞാൻ പോകുന്നു. ഇനി നിന്റെ വീട്ടിൽ ഞാൻ വരുന്നില്ല. പോരെ? ഹാ, നിൽക്കട ഹാഷി. സഫർ മുന്നോട്ട് വന്ന് അവൻ്റെ കൈക്ക് പിടിച്ച് നിർത്തി. നിനക്ക് എപ്പോഴും വരാമല്ലോ ഇവിടെ. നീ ഇനി മദ്യക്കുപ്പിയും കൊണ്ട് ഇനി എന്നെ കാണാൻ വരരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി വരില്ല. ഹാഷി സഫറിൻ്റെ കൈ മാറ്റിയെറിഞ്ഞു. അവൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. കാലുകൾ നിലത്ത് നിൽക്കുന്നില്ല എന്ന് സഫറിന് ബോധ്യപ്പെട്ടു. വരണോ വേണ്ടയോ എന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഏതായാലും വന്നതല്ലേ, പോവാകത്ത്. സഫർ ഹാഷിമിനെ മുന്നോട്ട് തള്ളിവിട്ടു. മൂവരും ഗസ്റ്റ് റൂമിലെ ചെയറുകളിലിരുന്നു. ഒതുങ്ങി മാറി നിന്ന അപ്പുവിനെ സഫർ പിടിച്ചിരുത്തി. എന്തിനാ അപ്പേട്ടാ എന്നോട് ഈ ഫോർമാലിറ്റി? ഞാൻ ചേട്ടനെ കണ്ടു തുടങ്ങിയത് ഇന്നോ ഇന്നലെയാണോ? അതുമല്ല, ഞാൻ ഇരിക്കുമ്പോൾ കൂടെ ഇരിക്കാതിരിക്കാൻ മാത്രം നിങ്ങളിൽ വലിയവനാണോ ഞാൻ? അയ്യോ, അതല്ല കുഞ്ഞേ. കുഞ്ഞിരിക്കുമ്പോൾ ഞാനെങ്ങനാ? ഞാൻ വെറുമൊരു എന്നൊന്നുമല്ല. മനുഷ്യർ തമ്മിൽ വലിപ്പച്ചെറുപ്പം ഈ വീട്ടിൽ വേണ്ട. ഇനി ഒരിക്കൽ കൂടി ചേട്ടൻ എന്നെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച പിന്നെ ഞാൻ ഈ വീട്ടിൽ വരില്ലട്ടോ. അയ്യോ, അതിനിത് കുഞ്ഞിൻ്റെ വീടല്ലേ? അപ്പു അതിശയത്തോടെ ചിരിച്ചുകൊണ്ട് സഫറിനെ നോക്കി. ആണേ, അപ്പോൾ ഇനി ഇതിവിടെ പാടില്ല. സഫർ അപ്പുവിനെ തല ചരിച്ചൊന്ന് നോക്കിയിട്ട് കൂട്ടിച്ചേർത്തു. ഞാൻ കൂടെയുള്ളപ്പോൾ കുടിക്കാതിരുന്നാൽ മാത്രം മതി. ചേട്ടന് കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഇനി ഇവൻ്റെ കൂടെ കൂടി കുടിക്കരുത്. ശരി, ഈ ഒരൊറ്റ തവണ കൂടി നടക്കട്ടെ. അപ്പുവിൻ്റെ ചമ്മിയ ചിരി കണ്ട് സഫർ ഒരു ഇളവ് കൊടുത്തു. ഇനി നീയും നിർത്തിക്കോണം, ഹാഷിമിനോടായി സഫർ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഹാഷിമും അപ്പുവും ഓരോ ഗ്ലാസുകളിൽ മദ്യം പകർന്നു. ഇനി പറ, എന്താണ് നിന്റെ പ്രോബ്ലം? ഇങ്ങോട്ട് വന്നതേ വശക്കേടിലാണല്ലോ, സഫർ ചോദിച്ചു. ഹാഷിം കയ്യിലുണ്ടായിരുന്ന വിഷദ്രാവകം ഫുള്ളും വായിലേക്ക് കമഴ്ത്തി. അളിയൻ വീണ്ടും ഇത്തായ വീട്ടിൽ പറഞ്ഞു വിട്ടോ? സ്ത്രീധനത്തുകയ്ക്ക് വേണ്ടി? അതെ, ഇപ്പോൾ പുള്ളിയുടെ ആവശ്യം 10 ലക്ഷം രൂപയാണ്. അളിയനും ബിസിനസ് ചെയ്യണമത്രേ. 10 രൂപയ്ക്ക് ബിസിനസ് നടത്തി അളിയനൊന്നും മുതലാക്കാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും പഴയ പോലെ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ കയ്യിൽ എവിടുന്നാ? സുഖമില്ലാത്ത വാപ്പ, ഇളയ 3 പെങ്ങന്മാർ, അവരെ കെട്ടിച്ചു വിടണം. എല്ലാറ്റിനും ഞാൻ ഒറ്റയൊരുത്തൻ. അവൻ പുച്ഛത്തിൽ ചിരിച്ചു. ഇന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ തമ്മിലടിയായി. ഞാൻ അളിയനോട് ചൂടായി. ഉമ്മാക്ക് മാത്രമേ എന്നോടൊരു സോഫ്റ്റുള്ളൂ. ബാക്കി എല്ലാവരും കണക്കാ. എല്ലാവർക്കും എൻ്റെ പണം മതിയടാ. ഛേ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അതിനു വേണ്ടി ഇങ്ങനെ കുടിച്ചു നശിക്കണമെന്നുണ്ടോ? കാശ് വേണേ എന്നോട് ചോദിച്ചാൽ പോരെ? എല്ലാം കേട്ട് മൗനമായിരിക്കുകയായിരുന്നു അപ്പു. ഡാ, ഞാനിതൊക്കെ എങ്ങനെ തന്നു വീട്ടും? നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഞാനത് മേടിക്കുന്നത് ശരിയാണോ? ഹാഷിം മടിയോടെ ചോദിച്ചു. ഞാൻ എപ്പോഴെങ്കിലും അത് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? കണക്ക് വെച്ചിട്ടുണ്ടോ? നീ എനിക്ക് എൻ്റെ സഹോദരനെ പോലെയാണ്. നിന്റെ കൂടപ്പിറപ്പുകൾ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്കുണ്ടെന്ന് പറയുവാൻ നിങ്ങളൊക്കെ ഉള്ളൂ. ഉള്ള സമ്പത്തെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് വാപ്പച്ചിയും ഉമ്മച്ചിയും ഒരുമിച്ചങ്ങ് പോയി. ഇനി എനിക്ക് ഉണ്ട് എന്ന് പറയാൻ എൻ്റെ അനിയത്തിക്കുട്ടിയും നിങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പു നിറ കണ്ണുകളോടെ സഫറിനെ നോക്കി. 3-4 കൊല്ലം മുന്നേ ഒരു ട്രെയിൻ അപകടത്തിൽ സഫറിൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചത് അയാൾ ഓർത്തു. സഫറും പെങ്ങൾ സനയും പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. സന ഇപ്പോൾ മെഡിസിന് പഠിക്കുകയാണ്. അവൾ 6 മാസം കൂടുമ്പോഴേ വരാറുള്ളൂ. ഓരോന്നോർത്തപ്പോൾ സഫറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പുറം കൈകൊണ്ട് ആരും കാണാതെ ആ കണ്ണുനീർ തുള്ളികൾ തുടച്ചു കളഞ്ഞു. പിന്നെയും മദ്യവും സേവയുമൊക്കെയായി ഹാഷിമിനും അപ്പുവിനുമിടയിൽ കുറേ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ സഫറിൻ്റെ ചിന്ത വീണ്ടും രാവിലെ കണ്ട ആ സുന്ദരിയിലെത്തി. വീണ്ടും അവളുടെ ഓർമ്മയാൽ മനസ്സ് അസ്വസ്ഥമാകുന്നു. ആ സുന്ദരമുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. ആ പോക്കും അതോർത്തപ്പോൾ സഫറിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. സഫറിൻ്റെ ഭാവമാറ്റം ഹാഷിം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ, കൂടെ ചേരാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? ഉണ്ടല്ലോ, സഫർ സ്വപ്നത്തിലെന്ന പോലെ അവന് മറുപടി കൊടുത്തു. എന്തോന്നാ? ഹാഷിം അത്ഭുതപ്പെട്ടു. എന്താ? സഫർ തിരികെ ചോദിച്ചു. എടാ, വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചോദിച്ചാൽ പോരെയെന്ന്. എന്തായിരുന്നു നിന്റെ പ്രസംഗം? ഹാഷിം പരിഹസിച്ചു. ഛേ എടാ, ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. പിന്നെ? ഹാഷിം ആകാംക്ഷയിലായി. എടാ, അവൾ എത്ര സുന്ദരിയാണ്, മറക്കാൻ പറ്റാത്ത മുഖം. ആരെക്കുറിച്ചാണ് ഈ സംബോധന? ഹാഷിം പുരികം ചൊലിച്ചു. ഏതായാലും നിന്റെ റൂബിനെക്കുറിച്ചല്ല.
ഓ മനസ്സിലായി. ഹാഷിം ഒരു കള്ളച്ചിരി ചിരിച്ചു. എന്ത്? സഫർ പുഞ്ചിരിച്ചു. റൂബീനയുടെ കൂട്ടുകാരെക്കുറിച്ചല്ലേ നീ പറഞ്ഞു വരുന്നത്? അത് രാവിലെ നമ്മൾ സംസാരിച്ചതല്ലേ? എന്തോ എൻ്റെ മനസ്സിൽ നിന്നും അവൾ മായുന്നില്ലടാ. ഞാൻ പല പെൺകുട്ടികളെയും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിലൊന്നും കാണാത്ത എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ട്. ആ സൗന്ദര്യം പെട്ടെന്ന് ആരെയും ആകർഷിച്ചു പോകും. ഒരൊറ്റ തവണയേ ആ മുഖം ഞാൻ കണ്ടുള്ളൂ. ഇതാണ് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ പ്രണയമെന്ന്. എൻ്റെ കാര്യത്തിൽ അത് ശരിയായി ഇപ്പോൾ. ഡാ സഫർ, അതത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. റൂബി പറയുന്ന അറിവ് വെച്ച് പറയുകയാ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ളൊരു പെണ്ണല്ല അവൾ. അവളുടെ സൗന്ദര്യം പോലെ തന്നെ ആ മനസ്സും ശുദ്ധമാണ്. അതാണല്ലോ എനിക്ക് വേണ്ടത്. സഫർ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ഞാൻ അതല്ലടാ പറഞ്ഞു വരുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ പോലും പല ആൺകുട്ടികളും അവളുടെ പുറകെ നടന്ന് പരാജയപ്പെട്ടിട്ടേയുള്ളൂ. കേട്ടിടത്തോളം അങ്ങനെയൊന്നും അവൾ വളയില്ല. അതുകാരണം കോളേജിൽ അവൾക്കൊരു പേരും വീണു. എന്താണത്? സഫർ ആകാംക്ഷയോട് ചോദിച്ചു. പുരുഷവിദ്വേഷി എന്ന്. സഫർ ചിരിച്ചുപോയി. ആണോ? എങ്കിലതൊന്ന് അറിയണമല്ലോ. വെറുതെ അടി കിട്ടുന്ന പണിക്ക് പോകണ്ട. ഹാഷിം പറഞ്ഞത് കേട്ട് സഫർ പുഞ്ചിരിച്ചു. സുന്ദരൻ, അതിലുപരി മനോഹരമായ ശൈലിയുള്ള ചിരി, സമ്പത്തുള്ളവൻ, ഈ വിശേഷണമെല്ലാം നിനക്കുണ്ടാവും. പക്ഷേ ഞാൻ പെറ്റുവെക്കുന്നു, നീ പരാജയപ്പെടും മോനെ, ഉറപ്പാ. ചെറുപ്പം മുതലേ റൂബി അറിയുന്നതാ അവളെ. ഓ ഞാനേറ്റു. എന്നാ ഞാൻ കിടന്നോട്ടെ. ഈ ലെവലിൽ നീ ഇന്ന് പോകില്ലല്ലോ. പോയി കിടന്നോളൂ. അപ്പോഴേക്കും അപ്പുവിൻ്റെ കൂർക്കമ്പലി കേട്ടു. ഹാഷിം അടുത്ത ക്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചു. അവൻ ഓവറാകുന്നത് കണ്ട് സഫർ അവനെ അനിഷ്ടത്തോടെ നോക്കി മുഖം ചൊളിച്ചു. നീ ഇങ്ങനെ കുടിക്കുന്ന കാര്യം ആ പാവം റൂബിനെ അറിയുന്നുണ്ടോ ആവോ? കഷ്ടം. സഫർ സഹതപിച്ചു. ഹാഷിം അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. പ്രണയമെന്ന് പറയുന്നത് ഒരു പക്ക അഭിനയമല്ല അളിയാ. മുഴുവൻ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഇതുവരെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ടാകും. എല്ലാവരും നിന്നെപ്പോലെ ആകില്ലല്ലോ. സഫർ ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. ഹാഷി അത് കേട്ടതായി തോന്നിയില്ല. അപ്പോഴേക്കും അവൻ ബോധം കെട്ടുപോയിരുന്നു. എന്തു ചെയ്യാൻ? സഹതപിച്ചുകൊണ്ട് സഫർ കുറച്ചുനേരം ബോധം കെട്ടുറങ്ങുന്നവനെ നോക്കി നിന്നു. പിന്നീട് അവരുടെ കാലുകൾ സോഫകളിലേക്ക് അവൻ നിവർത്തിവെച്ചു. റൂമിൽ ചെന്ന് കിടന്നിട്ടും ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ ഉറങ്ങാനായില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ ആസിയ മാത്രം. അവളുടെ വെൺമുത്തുകൾ പോലെയുള്ള പല്ലുകളാൽ ചിരിക്കുന്ന മുഖം മാത്രം. അടുത്ത ദിവസം തലേ ദിവസത്തെ അതേ സമയം നോക്കി ബ്യൂട്ടി ആൻഡ് നൈസ് കമ്പനിയുടെ സമീപം സഫർ കാത്തുനിന്നു. ആസിയ അറിയാതെ അവളെ അവൻ ശ്രദ്ധിക്കാനും തുടങ്ങി. ആസിയുടെ ശ്രദ്ധയിൽ അത് പെട്ടത് റൂബീനയുടെ കളിയാക്കലിലാണ്. അവൾ അറിയാതെ ചൂളിപ്പോയി. എന്തിനാണ് അയാൾ തന്നെ വിടാതെ പിന്തുടരുന്നത്? അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടരും.